ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി റെസിപ്പി നമുക്ക് നോക്കാം. ഈസി മുട്ടക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. രാവിലെ ദോശക്കും പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഈ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളൊരു 4 മുതൽ 5 വരെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഒന്ന് അടച്ച് വെച്ച് ഉള്ളി ഒന്ന് നമുക്ക് ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 മീഡിയം സൈസിലുള്ള തക്കാളി തന്നെയാണ് ചേർക്കുന്നത്. അതും ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പൊടിച്ച് വെച്ച കുരുമുളകും ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ 2 ടീസ്പൂണ് വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണും കൂടെ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് കുരുമുളക്. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വെക്കാം. തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിലാണ് മുട്ട ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇനി നമ്മൾ 4 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര ചേർക്കാം. ഒന്ന് അടച്ച് വെക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട ഏകദേശം ആയാൽ നമ്മളിത് മുട്ട 2 or 3 പീസാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിങ്ങനെ മുറിച്ച് കൊടുക്കണം. ഡിന്നറിന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഇനി 1 മുതൽ 1.5 കപ്പ് വരെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഗ്രേവി എത്രയാണ് ആവശ്യം അതിന് കണക്കായ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂണും കൂടെ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വിട്ടുപോയിന്. അത് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. കൂടെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്. അതുപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഫ്രഷ് കോക്കനട്ട് മിൽക്കിന് പകരം നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അഥവാ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ട് ഒരു 1-1.5 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.